ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ വായിക്കും തോറും, കേൾക്കും തോറും, പഠിക്കും തോറും, ഗ്രഹിച്ച് മനസ്സിലാക്കി മനനം ചെയ്യും തോറും ഇതൊന്നുമില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള തത്വപ്രവചന പരമ്പര കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉടനടി ഉണ്ടാവേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഭക്തി മനസ്സിലും ബുദ്ധിയിലും പ്രവേശിച്ച് അതിന് തനതായി വരുത്തി തീർക്കുന്ന ചില പരിഷ്കാരങ്ങളും പവിത്രതകളും സൂക്ഷ്മതകളുമൊക്കെ ഉണ്ട്. അതെല്ലാം ഈ കേൾക്കുന്നവരുടെ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടായേ തീരൂ. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കത് ഉണ്ടാവുന്നുണ്ടോ എന്ന്? ആരും ഉണ്ടില്ല. അത് ഉണ്ടാവണം എന്നുള്ളത് തീർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ മണ്ണാങ്കട്ട പോലെ അവിടെ ഇരുന്ന് കേൾക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ല പോലെ മനസ്സിലാക്കണം. അതിൽ എന്താണ് ആ മാറ്റം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഭക്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈ പൊക്കും, ദാ ഭഗവാൻ. എന്താ അവിടെ ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഹെലികോപ്റ്ററോ ഒക്കെ കൊണ്ടുവന്ന് മുകളിലേക്ക് പോവാം. ഒരു സ്ഥലത്തേക്ക് ഭഗവാൻ എന്ന് പറഞ്ഞ് ചൂണ്ടരുത്. ഭഗവാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണടച്ചോളൂ, എല്ലാം ഭഗവാൻ തന്നെ. ക്ഷേത്രത്തിൽ പോയാലും എന്താ ചെയ്യുക? വിഗ്രഹത്തിനെ നോക്കി ആ മുഖത്തേക്ക് ഒന്ന് കണ്ട മനസ്സ് പ്രസന്നമാവുമ്പോൾ കണ്ണ് തന്നെ അടയും. ആ അടയണതാണ് അവിടെ ഭക്തി, അതിനെ തുറന്നിരിക്കുന്നതല്ല. തുറന്നിട്ട് നാം കാണുന്നത് ബിംബത്തെയും കാണും, ക്ഷേത്രമതിലിനെയും കാണും, ഗർഭഗൃഹത്തെയും കാണും, അതിൻ്റെ ചുമരുകളെയും സോപാനവും ഒക്കെ നമ്മൾ കാണും. ഭഗവാനെ നമ്മൾ കാണില്ല. ഭഗവാനെ കാണണമെങ്കിൽ കണ്ണടയ്ക്കണം. കണ്ണ് തുറന്ന് കാണുന്നതൊക്കെ നശ്വരമായ ഒരു വിലാസമാണത്. വിദ്ധി മായാ മനോമയം എന്ന് ഉദ്ധവനോട് ഭംഗിയായി പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് കണ്ണടയ്ക്കുമ്പോഴാണ് നമുക്ക് ഉള്ളനുഭവ രൂപത്തിൽ ഭഗവാൻ അനുഭവപ്പെടുക. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭക്തി നമ്മുടെ മനസ്സിൽ വികാസം വരുത്തണം, പവിത്രത വരുത്തണം, ഉത്തുംഗത ഉണ്ടാവണം, ഔന്നത്യം നമുക്ക് കൈവരണം. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമ്പർക്കത്തിലും പ്രത്യക്ഷപ്പെടും വേണം. സ്വഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിലും ബുദ്ധിയിലും ഗുണവിശേഷങ്ങളുടെ രൂപത്തിൽ. ഇപ്പോൾ പാലിന് എങ്ങനെ വെളുപ്പ് നിറമുണ്ടോ അതേപോലെ അഗ്നിക്ക് എങ്ങനെ ചൂടും പ്രകാശവുമുണ്ടോ അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവവിശേഷങ്ങളായി അവിടെ കിടക്കുന്നുണ്ടാവും. അത് പുറത്തേക്ക് കാണാൻ പറ്റില്ല. പെരുമാറ്റം എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് വരും. അങ്ങനെ സ്വഭാവവും പെരുമാറ്റവും മറ്റു പല കാര്യങ്ങളും മാറി മാറി ഉപദേശിക്കുന്നതാണ് നമ്മുടെ ഇതിഹാസ സൃഷ്ടികൾ മുഴുവനും. ശ്രീമദ് ഭാഗവതത്തിൽ പരമഹംസൻ ഭഗവാനെ കൊണ്ട് മുമ്പിൽ നിർത്തുന്നു, ഒരു ഭക്തനെയും മുമ്പിൽ നിർത്തുന്നു. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ചോദ്യവും ഉത്തരവുമായിട്ട് അങ്ങോട്ട് നടത്തുക. ഇങ്ങനെ ഭഗവാനെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തി ഒരു ഭക്തനെ കൊണ്ടുവന്ന് നിർത്തി സംസാരിപ്പിക്കുക. ആരാ ചെയ്യുക? ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? കൃഷ്ണപരമാത്മാവിനെ ദ്വാരകയിലിരിക്കുന്ന സമയത്ത് ഉദ്ധവനെ അവിടെ കൊണ്ടുപോയി അങ്ങയിൽ നിന്ന് അര മിനിറ്റ് പോലും എനിക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഭംഗിയായി പരിഹരിച്ചുകൊണ്ട് ഉദ്ധവന് വേണ്ട ഉപദേശം നൽകി ഉദ്ധവനെ കൊണ്ട് ഹിമാലയത്തിലേക്ക് അങ്ങോട്ട് നടത്തിച്ചു. ഇതാണ് കൃഷ്ണൻ ചെയ്തത്. ഇതാണ് ഉപദേശത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് കപിലൻ എന്ന് പറയുന്ന ആ കൊച്ചുപുത്രൻ ദേവഹൂതിക്ക് അമ്മയെ നോക്കി പറയുന്ന കാര്യങ്ങളാണ്. അർച്ചാദാവർച്ചയേത്താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദസ്വഹൃതി സർവഭൂതേഷ്വസ്ഥിതം ആത്മനശ്ച പരസ്യാപി യഃകരോത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുഃ വിദധേ ഭയമുൽബണം അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷ. 3 ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് ഒരുവിധം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതാ സന്ദർഭം? അങ്ങ് പോകും മുമ്പേ തപസ്സിനായി പൂർണ്ണ ജീവിതം ഒഴിഞ്ഞു വെച്ച് പോകുന്നതിന് മുൻപ് എനിക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ സഹായിക്കാനായി ഒരു പുത്രന് തരണം, എനിക്ക് ആത്മോപദേശവും ഉപദേശിച്ച് തരണം എന്ന് പറഞ്ഞ് ഭർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ
ഭർത്താവ് അത് സമ്മതിച്ച് ഉണ്ടായ കുട്ടിയാണ് ഈ കപിലൻ. ആ കപിലവാസുദേവൻ അമ്മയെ നോക്കി അരുമയോടുകൂടി പറയുകയാണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? 2 കാതുകൊണ്ട് കേട്ടാൽ പോരാ, 2000 കാതുകൾ കടം മേടിച്ച് കേൾക്കണം. അർച്ചാദാവർച്ചയേത്താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദ സ്വഹൃതി സർവഭൂതേഷ്വസ്ഥിതം. എത്രത്തോളം കാലമാണ് ഈ ബിംബങ്ങളും പടങ്ങളും പത്മങ്ങളും ഒക്കെ വെച്ച് നമ്മളിങ്ങനെ പൂജ ചെയ്യുക? എത്രത്തോളം കാലമാണ് പൂജ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വേദങ്ങളിൽ പല വിധത്തിലുള്ള സങ്കീർണമായ കർമാനുഷ്ഠാനങ്ങളുണ്ട്. പലതരത്തിലുള്ള അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കി അഗ്നിയെ നിക്ഷേപിച്ച് അതിൽ നെയ്യൊക്കെ കോരിയിട്ട് സ്രാക്കളൊക്കെ ഇട്ട് അതിങ്ങനെ കത്തി ജ്വലിച്ച് വരുന്ന സമയത്ത് പല ആഹുതികളും വേദമന്ത്രങ്ങളോടുകൂടി അങ്ങോട്ട് ഹോമിക്കുക. എളുപ്പമൊന്നുമല്ല ആ കാര്യം. അങ്ങനെ ഹോമിക്കുന്നവന് എന്തുണ്ടാവണു? വയ്യാൻ്റെ ആവണു. പുക കൊള്ളാൻ വയ്യ, സാധനങ്ങൾ കയ്യിലെടുത്താൽ വിറയ്ക്കണു. അങ്ങോട്ട് നീട്ടി ആ തീച്ചൂട് സഹിച്ചുകൊണ്ട് അതിലേക്ക് ഹോമിക്കാനും പറ്റണില്ല എന്നുള്ളൊരു നില വരും. അപ്പോൾ അത് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാലം ചെയ്തതിൻ്റെ മെച്ചം എന്താ? പറയുന്നുണ്ട് പരലോകത്ത്. ആര് കണ്ടു പരലോകം? പരലോകം എന്നൊരു ലോകമുണ്ടോ? അതോ പരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതോ? പുറമേ ഉള്ളതൊക്കെ ഇന്ദ്രിയങ്ങൾ കാണുന്നതാണ്. ഇന്ദ്രിയങ്ങൾക്ക് കാണാത്തൊരിടമുണ്ടെങ്കിൽ അത് അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളു മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ എന്താ? അർച്ചാദാവർച്ചയേത്താവത് വിഗ്രഹങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം കാലം പൂജ ചെയ്യണം? ഈശ്വരം മാം സ്വകർമ്മകൃത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരനായ എന്നെ വിഗ്രഹാദികളിൽ എത്രത്തോളം കാലം പൂജ ചെയ്യണം? സ്വകർമ്മകൃത്. പൂജ മാത്രം ചെയ്താൽ പോരാ, അവനവൻ്റെ കൃത്യങ്ങളും കർമ്മങ്ങളും എന്തുണ്ടോ അതെല്ലാം വേണ്ടതുപോലെ അനുഷ്ഠിക്കണം. ഒരു കർമ്മത്തിൽ നിന്നും പിന്തിരിയാൻ പറ്റില്ല. ഗൃഹസ്ഥന്മാർക്ക് ഗൃഹധർമ്മങ്ങളുണ്ട്, ദേഹധർമ്മങ്ങൾ പാലിക്കണം. സമൂഹത്തിൻ്റെ അംഗമാണ് ഈ ഗൃഹം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള ചിട്ടകളും ഉണ്ടാവും. നമ്മൾ രാജ്യത്തിൻ്റെ പ്രജകളാണ്. പ്രജകൾ എന്നുള്ള നിലയ്ക്ക് ആ പ്രജകളുടെ ദൗത്യവുമുണ്ടാവും. പിന്നെ മറ്റുള്ളവർ ആവശ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളെയും വേണ്ടതുപോലെ ചെയ്തുകൊണ്ട് എത്രത്തോളം കാലം അർച്ചിക്കണം? യാവന്ന വേദസ്വഹൃതി സർവഭൂതേഷ്വസ്ഥിതഃ. യാവന്ന വേദസ്വഹൃതി സർവഭൂതേഷ്വസ്ഥിതം. സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും അധിവസിക്കുന്ന, എല്ലാ ഭൂതങ്ങളിലും അധിവസിക്കുന്ന, സർവഭൂതേഷ്വസ്ഥിതം. അപ്പം എല്ലാ ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ അണുവരെയായി. പർവ്വതത്തിലും സമുദ്രത്തിലും കുളത്തിലും കിണറിലും മണൽത്തരിയിലും അണുവിലും സർവ്വദിക്കിലും അധിവസിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ യാവന്ന വേദസ്വഹൃതി. ഓ ഓ ആ ആ ആ ആ ഇതെന്താ? എല്ലാ ദിക്കിലും അധിവസിക്കുന്നതാണോ ഞാൻ ആരാധിക്കുന്ന ദൈവം? അപ്പം എല്ലാ ദിക്കിലും അധിവസിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിലുമില്ലേ? ഓ ഉണ്ടല്ലോ, ഉണ്ടാവണമല്ലോ. അപ്പം എൻ്റെ ഉള്ളിലല്ലേ ഏറ്റവും അടുത്ത്? അതെ. അപ്പം ഞാൻ എൻ്റെ ഈശ്വരൻ എനിക്ക് വേണ്ടതുപോലെ തൃപ്തിപ്പെടാൻ വേണ്ടി എവിടെയാണ് അദ്ദേഹത്തിന് നോക്കി കാണേണ്ടത്? എല്ലാം വിട്ട് ഒരു ഗർഭഗൃഹത്തിലുള്ള പ്രതിഷ്ഠയെ നോക്കിയിട്ട് വേണോ ഞാൻ ഈശ്വരനെ സ്മരിക്കാൻ? അതോ എൻ്റെ ഉള്ളിൽ അധിവസിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ പരമ്പൊരുളിനെ സ്മരിക്കണോ? ആ ആലോചന വരെ. യാവന്ന വേദസ്വഹൃതി, അവനവൻ്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു എന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് വരെയാണ് ഈ ബിംബാദികളിലും പടാദികളിലുമുള്ള പൂജ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം നിങ്ങൾ കുറേ കാലം ബിംബപൂജ ചെയ്തു എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടുപിടിക്കാൻ തയ്യാറാവണം. അങ്ങോട്ട് എത്തിക്കാത്ത ഒരു പൂജയുണ്ടല്ലോ, അതെങ്ങനെയാണ്? 1-ാം ക്ലാസ് പഠിച്ച് 10-ാം ക്ലാസ്സും 12ഉം പാസ്സായി പുറത്ത് പോവാത്ത കുട്ടികളെ പോലെയാണ്. സർവഭൂതേഷ്വസ്ഥിതം ആത്മനശ്ച പരസ്യാപി യഃ കരോത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുഃ വിദധേ ഭയമുൽബണം. ആത്മനശ്ച പരസ്യാപി യഃ കരോത്യന്തരോദരം.
നമ്മുടെ മനസ്സിൽ നമുക്കുള്ള എല്ലാ വിധത്തിലുള്ള വിഷമവും ഭ്രമവും ഒക്കെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വ്യത്യാസബുദ്ധി, ഭേദദൃഷ്ടി, ഭിന്നദൃഷ്ടി. കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതൊക്കെ ഞാൻ കാണുന്നു. ഇങ്ങനെ കാണുമ്പോൾ കണ്ണുകൊണ്ട് നോക്കിയാൽ 1, 2, 3 ഒക്കെ വ്യത്യാസം. എൻ്റെ കയ്യും വേറെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ സമീപിച്ച് നമ്മൾ ദർശനം നടത്തുന്നതൊക്കെ വ്യത്യാസങ്ങൾ മനസ്സിൽ രചിക്കുന്നതാണ്. ഞാൻ വേറെ, ഇനിയൊരാൾ വേറെ, ഞാൻ വേറെ, ഇനിയൊരാൾ വേറെ. നമ്മൾ സഹോദരങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും സഹോദരങ്ങളുണ്ടാവും. ഒരേ അമ്മയിൽ നിന്ന് ജനിച്ച കുട്ടികളാണ്. ആ ഒരേ അമ്മയിൽ നിന്ന് ജനിച്ച കുട്ടി 2 സഹോദരന്മാർ ജനിച്ചു. 2 ആളും മുതിർന്നു, പഠിച്ചു, വലുതായി. ഒരാൾ നല്ല ഐശ്വര്യ സമ്പദ്സമൃദ്ധിയോടുകൂടി വാഴുന്നു, മറ്റാൾക്ക് അത്രയൊന്നും കാശില്ല. തനിക്കൊരു കുട്ടിയേ ഉള്ളൂ, എന്നാൽ സഹോദരന് 2 കുട്ടികളുണ്ട്. അവസാനം തൻ്റെ മുതലൊക്കെ എഴുതി വയ്ക്കുന്ന സമയത്ത് ഈ സഹോദരത്വം ഒക്കെ മറക്കും. നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാ, നിങ്ങളുടെ ഉള്ളുകള്ളിയാണ് സ്വാമിജി പറയണത്. ആ ഉള്ള മുതൽ 25 കോടിയാണെങ്കിൽ അത് മുഴുവനും തൻ്റെ ഒറ്റ കുട്ടിക്ക് എഴുതി വയ്ക്കും. അതൊന്നും ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഉറുപ്പിയെങ്കിലും സഹോദരൻ്റെ കുട്ടികൾക്ക് 2 പേർക്ക് കൊടുക്കാമെന്ന് തോന്നാത്ത മൂരാച്ചികളാണ് ഈ ഗൃഹസ്ഥന്മാർ മുഴുവനും. മൂരാച്ചികളാവരും. എന്തേ ഒരു 50 ലക്ഷം സഹോദരൻ്റെ കുട്ടികൾക്ക് കൊടുത്താൽ വിരോധം? അതിൻ്റെ വൈഭവം എത്രയാ, അനുഗ്രഹശക്തി എത്രയാ, എന്നാലും കൊടുക്കില്ല. അങ്ങനെ അത്രയ്ക്കാണ് നമ്മുടെ മനസ്സിലെ വ്യത്യാസബുദ്ധി. ആത്മനശ്ച പരസ്യാപി യഹ്കരോത്യന്തരോദരം. താനും മറ്റുള്ളവരും 2 പേരും പാഞ്ചഭൗതിക ശരീരത്തോടു കൂടിയവരാ. 2 പേരുടെ ഉള്ളിലും സഞ്ചരിക്കുന്നത് ഒരേ ഒരു വായുവാണ്, ഒരേ ഒരു ജലമാണ്. അതേമാതിരി ഒരേ ഒരു മനസ്സും ഒരേ ഒരു ബുദ്ധിയുമാണ്, ഒരേ ഒരു ആത്മാവാണ്. അങ്ങനെ ഇരിക്കെ ശരീരം കൊണ്ടും നാം ഒന്നാണ്, മനസ്സുകൊണ്ടും ആത്മാ എന്നുള്ള തലത്തിലും എല്ലാം നമ്മൾ ഒന്നാണ്. അങ്ങനെ ആയാലും ഈ വ്യത്യാസബുദ്ധി മനസ്സിൽ നിന്ന് പോണില്ല. വിധതേ ഭയമുൽബണം. അങ്ങനെ വ്യത്യാസബുദ്ധി ഉള്ളിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ ഭയം നീങ്ങില്ല. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത്. ശ്രീമദ് ഭാഗവതം പറയാ, 2 എന്നൊരു തോന്നലുള്ളത് വരെ നിങ്ങൾക്ക് ആ 2ാമത്തതിന് ഭയം തോന്നും. ആ ഭയം പോവാനാണ് ഈശ്വരഭജനം. ആ ഈശ്വരനെ എല്ലാ ദിക്കിലും വ്യാപിക്കുന്നതായി കണ്ട് കണ്ണടച്ച് ധ്യാനിച്ച് അനുഭവിച്ച് ഈ ഭേദബുദ്ധിയെ നമ്മൾ വിട്ടുകളഞ്ഞ് ആ ഏകാത്മബുദ്ധി നമുക്ക് വളർന്നു വരണം. അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷാ. അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷാ. ആ കുട്ടി പറയണത് നോക്കൂ, അമ്മയുടെ മുഖം നോക്കിയിട്ട്. നിങ്ങൾക്കിതിൽ ഒരു ഫീലിങ്ങും ഇല്ലേ? ഭഗവാനല്ല അവിടെ ഉപദേശിക്കുന്നത്. ദേവഹൂതിക്ക് ഭർത്താവ് സമ്മാനിച്ച കുട്ടി അമ്മയുടെ മുഖം നോക്കി പറയുന്നതാ. അമ്മയ്ക്കത് നിരസിക്കാൻ പറ്റില്ല. താൻ പാലൂട്ടി വളർത്തി കുത്തിയ കുട്ടിയാണ് ഈ അമ്മയുടെ മുഖത്ത് നോക്കി പറയണത്. അപ്പം അത് നിരസിക്കാൻ ഏതെങ്കിലും അമ്മയ്ക്ക് പറ്റുമോ? എത്ര അരുമയായിട്ടാണ് പറയണതും കേൾക്കണതും. അഥമാം സർവഭൂതേഷു. അതുകൊണ്ട് എൻ്റെ പൊന്നമ്മേ, എന്നെ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം എൻ്റെയാണ്, ഞാനോ ശരീരത്തിൻ്റെ ഉള്ളിൽ അധിവസിക്കുന്ന നിരന്തരമായ ചൈതന്യവിശേഷം. ഒരു കോട്ടവും കുറവുമില്ലാതെ എപ്പോഴും പ്രകാശിക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്ന പ്രത്യയം. ആ ഞാനെ ഈ കുട്ടി നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. ശരീരത്തിനെ എൻ്റെ ആയി കണ്ടു. ഞാൻ എന്നത് ശരീരത്തിൽ നിന്ന് വിലക്ഷണമായി വേറിട്ട് ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന ഒരു ഉണർവ് വിശേഷമായിട്ട് നോക്കി മനസ്സിലാക്കി. ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം. ഒന്ന് പറയൂ. ദാനം എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ കയ്യിലുള്ള സ്വത്ത് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക. അതെ, ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരൂ, ഞാൻ തരണത് കൈക്കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് വളരെ കൃതജ്ഞതയോടും കൃതാർത്ഥതയോടും കൂടി കൊടുക്കുന്നതാണ് ദാനം.
ഇങ്ങനെയുള്ള ദാനം കൊണ്ട് തൻ്റെ കയ്യിലുള്ള സ്വത്ത് 10 രൂപയാണെങ്കിലും 10 കോടി ഉറുപ്പികയാണെങ്കിലും ശുദ്ധമാവുള്ളൂ. കിട്ടിയത് മുഴുവൻ തനിക്ക് തൻ കുക്ഷിക്കുക എന്ന് പറഞ്ഞ് കഴിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് ശുദ്ധമാവില്ല, ഒരിക്കലും ആവില്ല. അപ്പോൾ തൻ്റെ കയ്യിലുള്ള സ്വത്തിനെ പവിത്രീകരിക്കുന്നതാണ് ദാനധർമ്മം. 3 ധർമ്മമാണ് നമുക്ക്: യജ്ഞം, ദാനം, തപസ്. യജ്ഞം, ദാനം, തപസ്. യജ്ഞം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ ഈശ്വരനെ ഉദ്ദേശിച്ച് ഈശ്വര പ്രീത്യർത്ഥം എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് യജ്ഞം. നമ്മുടെ കയ്യിലുള്ളത് ബാക്കിയുള്ളവരെ അനുഭവിക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷിച്ച് സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി കൊടുക്കുന്നത് ദാനം. പിന്നെ തപസ് എന്ന് പറഞ്ഞാലോ, ഒരു സാധനവും പുറമേ നിന്ന് എടുക്കരുത്. നമ്മുടെ ശരീരവും ശരീരാംഗങ്ങളും നാവും ചുണ്ടും മനസ്സും ബുദ്ധിയും ഇവ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് തപസ്. ഒരു ദിവസം ഒരിക്കലിരിക്കുക അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുക എന്ന് തീരുമാനിച്ചു എന്ന് വരിക, അപ്പോൾ അത് തപസ്സായി. സാധാരണ ചെയ്യുന്നതല്ല, അത് വിട്ട് സാധാരണ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക. സാധാരണ എന്നും നമ്മൾ 3-4 നേരം ആഹാരം കഴിക്കുന്നവരാണ്. അത് വിട്ട് ഇന്ന് ഞാൻ ഉപവാസമാണ് എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ ഇരിക്കുക. അതിൽ കാലത്ത് കാപ്പിയോ ചായയോ കുടിക്കാതിരുന്നാൽ തുടങ്ങി വയറ്റിൽ എന്തോ ഒരു തപ്പൽ. അന്ന് മുഴുവൻ ആ തപ്പൽ സഹിച്ചുകൊണ്ട് മിണ്ടാതെ ഇരുന്നാൽ അതൊരു തപസ്സായി. സാധാരണ നിങ്ങളെല്ലാവരും വീട്ടിൽ ജനിച്ചു വളർന്നവരാ. ഏത് നാട്ടിലും ഉണ്ടാവും, നഗരത്തിലും ഉണ്ടാവും ഒരു ക്ഷേത്രം. അപ്പോൾ പ്രതിദിനം ഞാൻ ഒന്ന് പോയി ക്ഷേത്രത്തിൽ തൊഴുതു വരും, ഒരു 15-20 മിനിറ്റ് ചെലവ് ചെയ്യുമെന്ന് പറഞ്ഞ് മുടങ്ങാതെ ചെയ്യുമ്പോൾ അത് തപസ്സായി. ഇനി എന്നും പോണില്ല, തിങ്കളാഴ്ച പോയി വരാം ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച പോയി വരാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ. അങ്ങനെ ആഴ്ചയിൽ 1, 2, 3 തവണ ക്ഷേത്രത്തിൽ പോയി ഉപാസന നടത്തി വരാം എന്ന് പറഞ്ഞ് മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ അതും തപസ്സാണ്. ആരോടും മിണ്ടാതിരിക്കുന്ന മൗനം, അതും ഒരു തപസ്സാണ്. എന്നും ഞാൻ ഭഗവത്ഗീതയിൽ 1 അധ്യായം വായിക്കും അല്ലെങ്കിൽ 2 അധ്യായം വായിക്കും, അതും ഒരു തപസ്സാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലും പ്രതിദിനം, അതും ഒരു തപസ്സാണ്. സാധാരണ ചെയ്യാത്ത പ്രവൃത്തി നിഷ്കർഷയോടുകൂടി നിരന്തരം ഇടവിടാതെ പൂർണ്ണ മനസ്സോടുകൂടി ഒരു തപ്പലും തടസ്സമില്ലാതെ ചെയ്താൽ അതൊക്കെ തപസ്സായി. പാർവതി പഞ്ചാഗ്നിമധ്യത്തിലിരുന്നാണ് തപസ് ചെയ്തത്. 4 ഭാഗത്തും അഗ്നി കൂട്ടി, മുകളിലോ പൊള്ളുന്ന വെയിലും അതിൻ്റെ ഉള്ളിലിരുന്ന് തപസ് ചെയ്തിട്ടാണ് പരമശിവന് മിണ്ടാതിരിക്കാൻ പറ്റാതെ അവിടെ വന്നത്, പ്രത്യക്ഷപ്പെട്ടത്. ഉദ്ദേശം നടക്കുകയും ചെയ്തു. മനുഷ്യ ശരീരം കൊണ്ട്, മനുഷ്യൻ്റെ മനസ്സുകൊണ്ട്, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് എന്താപ്പാ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്? പരീക്ഷത്തിന് വലിയ ഒരു ശാപം കിട്ടി. തക്ഷകൻ വന്ന് കടിക്കും 7-ാം ദിവസം എന്ന്. പരീക്ഷത്ത് കൂസിയില്ല. ഏതായാലും 7-ാം ദിവസം മരിക്കാൻ പോവാണല്ലോ, ആ 7 ദിവസത്തിന് മുൻപ് തന്നെ ഞാൻ മരിച്ച മാതിരി ജീവിച്ചു കളയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? തക്ഷകൻ്റെ കടിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സൃഷ്ടിക്കാൻ പറ്റിയില്ല പരീക്ഷത്തിൻ്റെ മനസ്സിലോ ദേഹത്തിലോ. അതിനു മുമ്പ് പരീക്ഷിത്ത് ആത്മലീനനായി കഴിഞ്ഞിരുന്നു. ഇതിലേറെ നിങ്ങൾക്ക് എന്ത് വേണം കൂട്ടരെ? മനുഷ്യൻ്റെ തപസ്സിൻ്റെ പ്രഭാവം ചൂണ്ടിക്കാണിക്കാനും വെളിപ്പെടുത്താനും. എന്ത് വന്നാൽ എന്ത് പാപമായാലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്നോട് പറയൂ, ഞാനതിന് പരിഹാരം പറഞ്ഞു തരാം. എന്ത് പാപമായാലും കൊള്ളാം, പക്ഷേ ചെയ്തത് രണ്ടാമത് ചെയ്യരുത്. ആ ചെയ്തതിൻ്റെ ഫലമോ എത്രയോ നമുക്ക് വളരെ സുഗമമായി തുടച്ചു മാറ്റിക്കളയാം. നമ്മുടെ ഭാരതം അതിന് പേര് കേട്ടതാ. അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്രിയാഭിന്നേന ചക്ഷുഷ. എല്ലാവരോടും സ്നേഹം തോന്നണം. ഇവിടെ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? ഇവിടെയെല്ലാം നമ്മുടെ ഭക്തന്മാരുടെ ഇടയിൽ കാണുന്ന ഒരു വല്ലാത്ത പോരായ്മ, അവർ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നില്ല. ഞങ്ങളുടെ ആശ്രമത്തിലെ ഇടയ്ക്കിലൊക്കെ ഞാൻ പറയും, പഴയ പരിചയക്കാരൊക്കെ ഉണ്ടാവും, പുതിയതായിട്ട് 2 ആൾ വരും. ആഹാരത്തിന് ബെല്ലടിച്ചു എന്നുണ്ടെങ്കിൽ എന്താ, ഈ പതിവുകാരൊക്കെ പോവും. ആ പുതിയ ആൾക്കാരുടെ ബെല്ലടിച്ചിട്ടുള്ള ഭക്ഷണത്തിനാണ്, നമുക്ക് വരൂ കൂട്ടിക്കൊണ്ടുപോവാ. അനങ്ങില്ല. ഇവിടെയും അതേമാതിരി പുതിയ ആൾക്കാരെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ വോളണ്ടിയേഴ്സിന് ഒരു ഇഷ്ടം കാണാനില്ല. പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഇഷ്ടക്കേടാ. 1 ആളോ 2 ആളോ 20 ആളോ കൂടിയാൽ നിങ്ങൾക്കൊരു അഴകല്ലേ ഉണ്ടാവുക. താനൊരു കാര്യം ചെയ്ത് സന്തോഷിക്കുന്നത് ഏറ്റവും മിനിമം ചുരുങ്ങിയതാണ്. നമ്മൾ സന്തോഷിക്കുന്നത് പോലെ ഇനി ഒരാളെ അതേ പ്രവൃത്തി ചെയ്ത് സന്തോഷിപ്പിക്കാനായിട്ട് അവസരം കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ സന്തോഷം?
അപ്പം മൈത്രിയാഭിന്നേന ചക്ഷുഷ, നമ്മുടെ കണ്ണിൽ നല്ലപോലെ ഏകദർശനം, ഏകാത്മദർശനം വേണം. മൈത്രി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, ചങ്ങാത്തം. ആ ചങ്ങാത്തം നമ്മുടെ മനസ്സിൽ നിന്ന് ധാരാളം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭക്തി എന്താണ് നമ്മളിൽ പ്രയോഗിക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ പവിത്രത. ആ പവിത്രത എങ്ങനെയാണ്? അത് ഗുണസമ്പന്നമായി തീരുക, മൂല്യസമ്പന്നമായി തീരുക. ഓരോന്നായിട്ട് ഓരോ ഗുണവും അതിനെ അലങ്കരിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്, വികസിപ്പിക്കുന്നതാകുക. ഉദാത്തതയും ഉദാരതയും വർദ്ധിപ്പിക്കുന്നതാണ്, ഔന്നത്യം സ്ഥാപിക്കുന്നതാണ്. എത്രയാണ് വിസ്താരം നമ്മുടെ മനസ്സിന് വരാൻ പറ്റുക? വസുധൈവ കുടുംബകം. ഒന്ന് പറയൂ, വസുധൈവ കുടുംബകം. പറയണത് പോരല്ലോ, ഞാൻ ഇനി എന്താ വേണ്ടേ? ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റ് വരണോ? എല്ലാവരും പറയും, മടിയന്മാരെ, വസുധൈവ കുടുംബകം, വസുധൈവ കുടുംബകം, വസുധൈവ കുടുംബകം. ഒരിക്കൽ കേട്ടാൽ മനസ്സിലാക്കി അനവധി തവണ ചൊല്ലി സ്വയം പഠിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യാത്തപ്പോൾ എന്ത് ചെയ്യണു? ഞാൻ ഉരുട്ടി അങ്ങോട്ട് തരിക. വസുധ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ഭൂമി മുഴുവനും അതാണ് എൻ്റെ കുടുംബം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നണം. നമ്മളൊരു ഫ്ലാറ്റ് മേടിച്ചു, അതിൻ്റെ വാതിൽ പൂട്ടി, ഇതന്നെയാണ് എൻ്റെ ഫ്ലാറ്റ് അല്ല, ലോകം മുഴുവനും തൻ്റെ കുടുംബമാണ്. ഇതാണ് ഭാരതത്തിൻ്റെ ആദർശം, ഭാരതത്തിൻ്റെ മുദ്രാവാക്യം. അങ്ങനെ വിചാരിച്ച് മൈത്രിയാഭിന്നേന ചക്ഷുഷ, ഭേദബുദ്ധി രചിക്കാത്ത കണ്ണുകളോടുകൂടി, മൈത്രിയോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, ഏകാത്മഭാവത്തോടുകൂടി പെരുമാറണം. അർച്ചാദാവർച്ചയേത്താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദസ്വഹൃതി സർവഭൂതേഷ്വസ്ഥിതം ആത്മനശ്ച പരസ്യാവി യഃ കരോത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യു വിദധേ ഭയമുൽബണം അഥ മാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേദ്ദാനമാനാഭ്യാം മൈത്രിയാഭിന്നേന ചക്ഷുഷാ. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും ഇങ്ങനെ ഒരു കുട്ടി അമ്മയെ നോക്കി സംസാരിക്കാൻ? ഇപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചോളൂ, എനിക്ക് ജനിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ, ആ കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ ഒരു പുത്രനുണ്ടാവണമെന്ന് നിങ്ങൾ വിചാരിക്കുമോ? ഈ കാണുന്നത് മുഴുവനും ശുദ്ധപ്രജ്ഞ മാത്രമാണ്. ഇവിടെ സ്ഥൂലത്വമില്ല, അതിസൂക്ഷ്മമായിരിക്കുന്ന പ്രജ്ഞാവിശേഷമാണ്. സയൻസ് നമ്മളോട് പറയുന്നു, എന്ത്? ഈ കാണുന്ന സാധനം കണ്ടാൽ സ്ഥൂലമാണ്, തൊട്ടു നോക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ, പറയട്ടെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ അണുക്കളും മോളിക്യൂൾസുമാണ്. ആ മോളിക്യൂൾസ് എല്ലാം എണ്ണി നോക്കി അതൊക്കെ മാറ്റർ, ദ്രവ്യമാണ്. ആ മോളിക്യൂൾസിനേക്കാൾ ഏറെ അതിൻ്റെ ഇടയിലുള്ള ആകാശമാണ് കൂടുതലെന്ന്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചാൽ താഴത്ത് പോവില്ല, അങ്ങനെ ഒരു പാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളു പരിശോധിച്ചാൽ ദ്രവ്യത്തേക്കാൾ കൂടുതൽ ദ്രവ്യാതീതമായിരിക്കുന്ന സത്താവിശേഷമാണ്. എന്തു പറയുന്നു? അപ്പം ഞാൻ ഈ കാണുന്നത് മുഴുവൻ ശുദ്ധപ്രജ്ഞയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്. നേരെ മറിച്ച് നിങ്ങൾ വിജ്ഞാനസ്തബ്ധരായിക്കൊള്ളൂ, എനിക്ക് വിരോധമില്ല. എല്ലാം അതാ. ഇതൊക്കെ നമ്മുടെ പൂർവികർ വളരെ ഭംഗിയായി ആലോചിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ശാസ്ത്രരൂപത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതും കൂടി ഇവിടെ ചർച്ച ചെയ്യണു എന്ന് പറയുമ്പോൾ നമ്മുടെ സഭാനികേതൻ്റെ ദൗത്യം വളരെ ഭംഗിയായി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി അതിലെ പങ്കാളിത്തമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. അത് ഞാൻ നിങ്ങളെ എല്ലാവരും പ്രത്യേകിച്ച് അനുശാസിക്കുന്നു, നിയോഗിക്കുന്നു, നിർബന്ധിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തേക്ക് കുറച്ച് പുണ്യം ചെയ്യണപ്പാ. വരാൻ പോകുന്ന കുട്ടികൾക്ക് സദ്ബുദ്ധി ഉണ്ടാവട്ടെ, സദ്വിചാരമുണ്ടാവട്ടെ. ബുദ്ധിമാന്ദ്യങ്ങളൊക്കെ പോട്ടെ. ഓട്ടിസ്റ്റിക് എന്ന് കേട്ട് തോറ്റു കഴിഞ്ഞു ഞാൻ. അതൊന്നും വരാതെ നല്ല തലച്ചോറോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല ആരോഗ്യത്തോടുകൂടി, സദാചാര നിഷ്ഠയോടുകൂടി, മിടുക്കന്മാരായി കാര്യനിർവഹണ ശേഷിയോടുകൂടി എല്ലാവരും ജനിക്കട്ടെ. അതിന് നിങ്ങൾക്ക് പണം കൊണ്ട് സാധിക്കില്ല, സ്വത്ത് കൊണ്ട് സാധിക്കില്ല. അതിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭാവന അല്ല സമർപ്പണം.
ഒരു വലിയ തപസ്സാണിത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ജീവിതത്തിലൊരു മുതൽക്കൂട്ടാണെന്ന് കണക്കി ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടതുപോലെ ഭംഗിയായി നടത്താൻ ഓരോരുത്തരും പരിശ്രമിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. നമഃ പാർവതീപതയേ. ദേവ. ശരി ശരി. സന്തോഷമായി.